ണ്ട് സുഹൈൽ, താങ്കൾ ഏത് ഭാഗത്താണ് ഉള്ളത്? താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം ആളുകളെ ഈ മേഖലയിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? മരണപ്പെട്ടവരുടെ ഒക്കെ ഡീറ്റെയിൽസ് താങ്കൾക്ക് അറിയാമെങ്കിൽ പറയാം. ഞാനുള്ളത് ഇപ്പൊ അവിടെ അല്ല, പക്ഷെ എന്റെ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. ഞങ്ങൾക്കുള്ള സ്ഥലത്താണ് ഇപ്പൊ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ നാട്ടിലുള്ള 100-300 പേര് നിൽക്കുന്നത് നമ്മുടെ ഒരു സ്ഥലത്താണുള്ളത്. അവരടുത്ത് ഒരാൾക്ക് എത്താനോ ഒന്നിനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ പരിക്ക് പറ്റിയവരുണ്ട്, തലക്ക് പരിക്ക് പറ്റിയവരുണ്ട്, നട്ടെല്ല് പൊട്ടിയവരുണ്ട്. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, മരുന്നില്ല. വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ബാക്കി ജീവനുള്ള ആളുകളെ പോലും നമുക്ക് രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശ്രീ സുഹൈൽ, ഏകദേശം എത്ര പേര് കാണും താങ്കളുടെ ജീവനക്കാരുൾപ്പെടെ? ഒരു 100-300 പേര് ഇപ്പൊ അവിടെ ഈ സ്ഥലത്തുണ്ട്. അവരുമായിട്ട് ടെലിഫോണിലോ താങ്കൾക്ക് അവരെ ബന്ധപ്പെടാൻ ഏതെങ്കിലും തരത്തിൽ കഴിയുന്നുണ്ടോ? നൽകുന്ന ഡീറ്റെയിൽസ് എന്താണ് ഇപ്പോൾ? അവർ നൽകുന്ന ഡീറ്റെയിൽസ് ആണ്, ഒരുപാട് ആളുകൾ പരിക്ക് പറ്റിയ ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നട്ടെല്ല് പോലും പൊട്ടി, തല പൊട്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ അവിടുന്ന് എടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്കോ, അത് പ്രത്യേക സ്ഥലമാണ്, അവിടെ വേറെ ഒരു വഴിയും ഇല്ല. ഈ പാലം പോയി, പിന്നെ അങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ആകെയുള്ള വഴി എയർലിഫ്റ്റ് ആണ്. അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ട് അതിനും വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീ സുഹൈൽ, ഈ ഇപ്പൊ പറഞ്ഞുവല്ലോ 300ഓളം ആളുകൾ, അതിൽ ഏകദേശം പരിക്കേറ്റ ആളുകളുടെ എണ്ണം കൂടുതലാണോ? അവരെയൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരിപ്പോൾ തങ്ങുന്നത്? ആ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറയാമോ? ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുണ്ടക്കൈ 10 ഏക്കർ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ 10 ഏക്കറിന്റെ അകത്താണ് അവരുള്ളത്. ഈ 10 ഏക്കറിൽ തന്നെയും 2 ബിൽഡിംഗ് ഉണ്ട്, ഒരു റിസോർട്ടും ഒരു വില്ലയും. വില്ല വർക്കൊന്നും കഴിയാത്ത വില്ലയാണ്. ഈ വില്ലന്റെ അകത്തും ഈ റിസോർട്ടിലുമായിട്ടാണ് അവരിപ്പോ നിൽക്കുന്നത്. അപ്പോൾ ഈ പരിക്കേറ്റ ആളുകളുടെ, കാരണം താങ്കൾ പറഞ്ഞുവല്ലോ ഈ തോള് പൊട്ടിയവരുണ്ട്, മറ്റുള്ളവരുണ്ട്, അവരിലൊക്കെ തന്നെ പ്രായമായ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇനിയുള്ള സമയമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ സമയമാണ് പ്രധാനം. എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയും നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് കാലാവസ്ഥയാണ്. ഈ മുണ്ടക്കൈ മേഖലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതായി പറയപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് സുഹൈലിന് കിട്ടിയോ? അത് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഇവരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ കുടിയിട്ടുള്ള ആളുകളായിട്ട്. അവരുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടില്ല. അവിടെ ഇപ്പോൾ മഴ ഉണ്ടോ? ഈ മുണ്ടക്കൈ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. അതാണ് ഈ എയർലിഫ്റ്റിങ്ങിനുള്ള ബുദ്ധിമുട്ടും. അവിടെ ഈ ഹെലികോപ്റ്റർ ഇറങ്ങാനും ഒന്നും ക്ലിയറൻസ് കൊടുക്കുന്നില്ല. ശരി സുഹൈൽ, ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം. അങ്ങനെ താങ്കൾക്ക് ലഭ്യമായ കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവെക്കണം. താങ്കളും സുരക്ഷിത മേഖലയിൽ അവരോട് തുടരാൻ തന്നെ പറയണം. കഴിവതും സഹായങ്ങൾ പരസ്പരം എത്തിക്കാൻ കൂടി ശ്രമിക്കുകയും. വളരെ നന്ദി താങ്കളുടെ ഡീറ്റെയിൽസ് ഞങ്ങളോട് പങ്കുവെച്ചതിന്. ഇപ്പോൾ